കൊല്ലം ആശ്രാമ മൈതാനത്തെ സീ വേൾഡ് ഫസ്റ്റ് 100 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. നല്ല തിരക്കുണ്ട്. അവധി ദിവസങ്ങളൊക്കെ വളരെ നല്ല തിരക്കാണ്. ഫാമിലിയായി നിരവധി പേരാണ് ഇത് കാണാനെത്തുന്നത്. വിവിധ ഇനം പക്ഷികൾ ഇതൊക്കെ കണ്ട് നമ്മളങ്ങോട്ട് പോകുമ്പോൾ വളരെ ആശ്ചര്യജനകമായ കുറേ കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ കിളികളുടെ വർണ്ണവിസ്മയം തന്നെ വളരെ മനോഹരമാണ്. നമ്മൾ കണ്ടിട്ടുള്ളതും കണ്ടിട്ടില്ലാത്തതുമായ നിരവധി ഇനം പക്ഷികൾ ഇവിടെയുണ്ട്. ഇതിനെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കണ്ട് നമുക്ക് അടുത്ത വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം. ഈ കൊല്ലം ഫെസ്റ്റിലുള്ള എല്ലാ കാഴ്ചകളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലത് മാത്രമാണ് ഇതിലുള്ളത്. കാര്യം ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ ഇവിടെ എങ്ങും അവസാനിക്കില്ല. അതുകൊണ്ടാണ് ഈ കിളികളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ മത്സ്യങ്ങളുടെ കാഴ്ചകളാണ്. മനോഹരമായ വർണ്ണ മത്സ്യങ്ങൾ. ഈ വിവിധയിനം കോഴിവർഗ്ഗങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമാണ്. ഇവയുടെ തൂവൽ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നു. പട്ടി പിടിച്ചോണ്ട് കാടക്കോഴികളും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കോഴികൾ, പിന്നെ ഒരുപാട് കോഴികൾ ഒക്കെ അത് നല്ല രസമുണ്ടായിരുന്നു. ഈ കാഴ്ചകൾ കാണുന്നവരുടെ സംഭാഷണങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം. എത്ര നല്ല രസമുള്ള കാഴ്ചകളാണ്. ഈ കാഴ്ച കൊള്ളാം, അത് കൊള്ളാം, ഇത് കൊള്ളാം എന്നിങ്ങനെ. അത് തന്നെ വളരെ രസമല്ല. പിന്നെ നേരെ പോയത് ഇപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്നവരുടെ അടുത്തേക്കാണ്. കണ്ടോ, പെരുമ്പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിട്ട് അവരവരുടെ ഇഷ്ട വിനോദങ്ങളാണ്. കണ്ടോ, അവയുടെ കഴുത്തിലൊക്കെ പിടിച്ച് ആ നാവൊക്കെ പുറത്തോട്ടിട്ട് ഇങ്ങനെ കിടക്കുന്ന ആ പെരുമ്പാമ്പിനെ കണ്ടു. അടുത്തത് ഓന്ത് വർഗത്തിലുള്ള ഒരു ജീവിയാണ്. ഇതും പെറ്റാണ്. ഇതിനെയൊക്കെ തോളിൽ വയ്ക്കുക വളരെ രസകരമാണ്. നമ്മൾക്ക് ഈ പുതിയ ജീവികളെയൊക്കെ തൊടാനും ഒക്കെയുള്ള അവസരങ്ങൾ വളരെ രസകരം തന്നെ. ഇവയുടെ രൂപം കണ്ടാൽ തന്നെ നമ്മളൊന്ന് നോക്കി നിന്നു ഒരു ടോയ് ആണോ എന്ന് നമ്മൾ സംശയിക്കും. നാക്കൊക്കെ നീട്ടി അവനിങ്ങനെ അനങ്ങുമ്പോഴാണ് ഇതൊരു കളിപ്പാട്ടമല്ല, ജീവനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ചെറു മത്സ്യങ്ങളിൽ നിന്ന് വലിയ മത്സ്യങ്ങളിലേക്ക് നമ്മളെത്തി. ഇവയുടെ മനോഹരമായ കാഴ്ച. അവ ഇങ്ങനെ വെള്ളത്തിൽ നീന്തി തുടിച്ച് നടക്കുക. പക്ഷികൾക്ക് മാത്രമല്ല ചിറകുള്ളത്, മത്സ്യങ്ങൾക്കുമുണ്ട് ചിറക്. 360 ഡിഗ്രി വിഷ്വൽ എഫക്റ്റ് തരുന്ന കാഴ്ചകൾ കാണുന്നതായി അടുത്തതായി നമ്മൾ കൂടാരത്തിലേക്ക് കയറി. അവിടുത്തെ സെറ്റിങ്സുകളൊക്കെ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു അലാവുദ്ദീൻ്റെയും അത്ഭുത വിളക്കിലെ ഭൂതത്തിൻ്റെയും ലോകസഞ്ചാരമാണ് ഈ 3D വിഷ്വൽ എഫക്റ്റുകൾ. അത് മനോഹരമായി അവതരിപ്പിച്ചു. കാണാൻ വളരെ ഭംഗിയാണ്. നമ്മൾ അതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ 4 ചുറ്റും കാഴ്ചകൾ, ഒരു ലോകത്തിൻ്റെ കാഴ്ച. ലോകത്തിൻ്റെ വിവിധ തട്ടുകൾ, വിവിധ തലങ്ങൾ, ജലാശയം, മരുഭൂമികൾ, ചൈന എന്ന് പറയണ്ട നിരവധി കാഴ്ചകളാണ്. ആ വിസ്മയ ലോകത്തിലൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. ജലപ്പരപ്പിലൂടെയും ജലത്തിനുള്ളിലൂടെയും ഒക്കെ ഈ അലാവുദ്ദീനും ഭൂതവും യാത്ര ചെയ്യും. അതിനൊപ്പം നമ്മൾ ഇപ്പോൾ കണ്ടാലറിയാം നമ്മളൊരു ഡെസേർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്.
ഒരു പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലം. അലാവുദ്ദീന് നിങ്ങൾക്കറിയാമല്ലോ, ഒരു പരവതാനിയുണ്ട്, അതിലാണ് യാത്ര. ഇപ്പോൾ അവൾ ജലാശയത്തിൻ്റെ അടിയിലാണ് എത്തിയിരിക്കുന്നത്. ഒരു സ്രാവ് അവരെ പിടിക്കാൻ വേണ്ടി പിന്തുടരുന്നു. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു ഒരു മഞ്ഞുമലയുടെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും പരവതാനിയിലൂടെയുള്ള യാത്ര. ഇത് കണ്ടാൽ നമുക്കറിയാം ചൈനയോ മറ്റോ ആണെന്ന്. അവരുടെ തലയിലിരിക്കുന്ന തൊപ്പിയാണ് നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കാൻ കാരണം. വീണ്ടും ഒരു രാത്രി കാഴ്ചയിലൂടെ അലാവുദ്ദീനും ഭൂതവും ഒപ്പം വന്നത്. കാഴ്ചകൾ കണ്ടു രസിച്ച് ഒരു രാത്രി നമ്മളങ്ങനെ ആനന്ദകരമാണ്. 100 രൂപ ടിക്കറ്റിൽ ഇത് നമുക്ക് വളരെ ലാഭകരം തന്നെ. ഇത്രയും നല്ല ഒരു കാഴ്ച, കുറേ അനുഭവങ്ങൾ, വളരെ സമയമുണ്ടായിരുന്നു ഷോ. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഷോ വളരെ ഫാസ്റ്റായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ ഒരുപാടുണ്ടാവും, നമുക്കിത് സമയം തികയാതെ വരും. പോണം